ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ജസ്റ്റ് രണ്ട് വീട് കഴിഞ്ഞാൽ പാടമാണ്, നമുക്കതൊന്ന് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ റോഡിലൊന്നും നടക്കുന്നത്. അതെന്താണെന്നറിയാം, ഇവിടെ എല്ലാം ഇവർ എല്ലാം ക്ലീൻ ചെയ്തായിരുന്നു. കൊതുവിൻ്റെ ശല്യവും ചിലപ്പോൾ പാമ്പൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഒരു സൈറ്റ് കാലിയാണ്, എനിക്കെന്താ അറിയാമെന്നറിയത്തില്ല, ഇവരുടെ തന്നെ ആയിരിക്കും. അപ്പം നമുക്കിത് ഈ വീട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ആണ് പാടം. ഞാൻ ഏറ്റവും മുകളിൽ ടെറസിൽ കയറി ഒരു ഫോട്ടോ എടുത്തത് ആ സൺസെറ്റ് ഇവിടെയാണ്. ലാസ്റ്റ് പോകുമ്പോൾ പാടം കാണാം. അപ്പം നമുക്ക് ഇതിൻ്റെ അരി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പാകണം. ഇതാ തുളസി അങ്ങനെ. സോ ഇവിടെയൊക്കെ നല്ല അടിപൊളി വീടാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് നോക്കാം. ഇതങ്ങോട്ട് നോക്കൂ, അവിടെ ഫുള്ള് പാടമാണ്. അടിപൊളി കണ്ട. ഇതെനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെ തന്നെ പറമ്പാണോന്ന് എനിക്കറിയത്തില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ പാടമാണ് ഗൈസ്. കണ്ടോ, വെരി ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മുടെ സൺസെറ്റൊക്കെ ഞാൻ അന്ന് മുകളിൽ നിന്ന് ഇവിടുന്ന് കണ്ടത്. അതുപോലെ പിന്നെ അങ്ങോട്ടൊക്കെ ഫുള്ള് വില്ലയാണ്. ആണോ? നിങ്ങളതൊക്കെ പൊട്ടിച്ച് എന്തിനാടാ പൊട്ടിച്ച്? അതുണ്ടാക്കണ്ട, ഇവരിതൊക്കെ പൊട്ടിച്ച് താഴെ ഇട്ടെന്ന്. ആണല്ലേ? അവനിപ്പോൾ ഫുൾ തൃശ്ശൂർ സ്ലാങ് ആണ് ഗൈസ്. ഇപ്പോൾ എങ്ങനെയാണ് വർത്താനം പറയുന്നത്. അവന് പറ്റത്തില്ല. അമ്മേ മുരിഞ്ഞേല നമുക്ക് എടുത്തതാ നാളെ. അവൻ ഓടിക്കട്ടെ, നിനക്ക് എന്താ? നമുക്ക് നാളെ തോരൻ വയ്ക്കാം. അപ്പം നമ്മളിതാ ഈ വരുന്ന വഴിക്കിടെ ഇവിടെ മുരിഞ്ഞലുണ്ട്, ഇവിടെ മീൻ കിടക്കുന്നു. അപ്പം നമുക്കിതെടുത്ത് നാളെ തോരൻ വയ്ക്കാം. മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആടി സൂപ്പർ ആയിരിക്കും. ചിലർ ഇതുകൊണ്ട് ചമ്മന്തി ആയിരിക്കും, അറിയാവോ? ഇപ്പോൾ ട്രെൻഡാ അത് വെച്ചിട്ട്. ഇത് മുരിഞ്ഞേല ചമ്മന്തി. സോ അവൻ സൈക്കിളെല്ലാം ഓടിച്ച് പോവാണ്. പൂച്ച. പിന്നെ നമ്മൾ ഇത് കൊണ്ട് നാളെ നമുക്കൊരു തോരനോ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കാം. തന്നെയാണ് ഗൈസ്. ഇത് എന്താണെന്ന് പറയൂ. സൺഫ്ലവർ. സോ ബ്യൂട്ടിഫുൾ ഫ്ലവർ അല്ലേ? ഇവിടെ ഉണ്ട്. അടിപൊളി. നല്ല നല്ല ചീരയുണ്ട്. ഓരോന്ന് ഇങ്ങനെ പച്ചക്കറിയുടെ ഇത് വിടുമ്പോൾ അങ്ങനെ അഗ്ലിച്ച് വരുന്നു ഞാൻ. ഇത് തേക്കല്ലയോ? സോ അങ്ങനെ ഞങ്ങളൊരു വാക്കിങ്ങിന് പോവാണ് ഗൈസ്. നാളെ തോരൻ വെക്കാം നമുക്ക്. എവിടെ? അയ്യോ എൻ്റെ അമ്മ കൊണ്ട് വെച്ചിട്ടോ. അതെന്ത് സംഭവം? ഓ ബഫല്ലോ സ്കിൻ ആക്കുകയാണോ? ഓക്കെ ബൈ. നമ്മൾ നടക്കാൻ ഇറങ്ങുകയാണ് ഗൈസ്. സോ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സെറ്റപ്പിലാണ് നടക്കാൻ പോകുന്നത്. അപ്പുറത്ത് നോക്കുമ്പോ ഫുള്ള് കാലി സൈറ്റ്. മാങ്ങ എപ്പോഴും നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ചിലപ്പോൾ ഒരു മാങ്ങ വീണ് കിടക്കും. നമ്മൾ ഇവിടുന്ന് ആ കുഞ്ഞൻ വന്ന് മാങ്ങ പറിച്ചുകൊണ്ട് വരും. ഈ കാണുന്നത് ആരുടെ വീടാണെന്നറിയോ? ഗസ് ചെയ്യാമോ ഗൈസ്? ഇതാണ് നമ്മുടെ സിനിമാ നടി ഗോപികയുടെ വീടാണ് ഈ കാണുന്നത്, വടക്കേത്തറയിൽ. സോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഗോപികയായിരുന്നു. നമ്മുടെ ഫോർ ദ പീപ്പിളും ചാന്തുപൊട്ടിലും ഒക്കെ അഭിനയിച്ച ഗോപികനെ അറിയത്തില്ലേ? പുള്ളിക്കാരിയുടെ തറവാടാണിത്. നമ്മുടെ മമ്മീനെ കാണിക്കാൻ പോവാണ്. നമ്മുടെ കുഞ്ഞൻ്റെയും വൈകയുടെയും സ്കൂൾ കാണിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പം അതാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് സന്ധ്യയായി, എന്തായാലും പോയിട്ട് വരാം. ഇന്ന് നമ്മൾ ഓൾറെഡി അമ്മൂൻ്റെ വീട്ടിലെത്തിയെന്ന്. അമ്മൂൻ്റെ ആകൃതിയിലൊരു വീട് കിട്ടിയിരിക്കുകയാണ്. പ്രൊഫസർ പിതാസിലാണ് സ്കൂൾ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വായിക്കൊന്ന് വായിച്ചേ. വായിക്കും. അമ്മണി മലയാളം പഠിച്ചോന്ന് നമുക്ക് നോക്കാം. വായിക്കും. വായിക്കടി. എന്താ തേവയാ? എന്താ വായിച്ചേ? ദേ ആണോ ദയാണോ? ആ ആ അറിവിൻ്റെ ഉറവിടം. അതേതാ? ബോഷന്മാർ. അതെന്തുവാ? അത് അവൾക്ക് പിന്നെ ഇത്രയൊക്കെ വായിക്കാം. കണ്ണാണ് ശരീരത്തിന് ആണോ? അത് രാവത്ത് വിളക്ക്. അല്ലെങ്കിൽ നമ്മളിന്ന് ഫുൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഗൈസ് നമുക്ക് പോവാം. ഇവിടെ മലയാളം വായിക്കുന്നത് കണ്ട് നമ്മൾ ചിലപ്പോൾ മണിക്കൂറോളം. സോ ആ ക്ലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു സ്കൂള്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞൻ്റെ സ്കൂള്
കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്നും കയറാം, പക്ഷെ നമ്മളെങ്കിലും ഈ റൂട്ടിലൊന്ന് നമുക്ക് നോക്കാം. എന്ത് രസമാണ് ഗൈസ് ഈ ചെടികൾ, അടിപൊളി. അമ്മീനെ കൊണ്ട് നമ്മുടെ ക്രിസ്റ്റഫർ നഗറിലേക്ക് ഒന്ന് കറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഒക്കെ നോക്കിയിട്ട് പിന്നെ നമ്മുടെ ഡിന്നർ പുറത്തുനിന്നാകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നാണ് ചെയറൊക്കെ വാങ്ങിച്ചത്. പക്ഷേ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇവിടെയാണുള്ളത്, ജനനന്മ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. മെജോറിറ്റി ഞാൻ സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്യുന്നത്, അത് വേറെ കാര്യം. ദെൻ നമ്മളിനിയിപ്പോൾ ഇവിടേക്ക് തന്നെ പോയി മസാല ദോശ കഴിച്ചാലോ? ഹോട്ടൽ മഹേശ്വരിയിലേക്ക്. അമ്മണിക്കും നെയ് റോസ്റ്റാണ് വന്നിരിക്കുന്നത്. അമ്മണിക്കും മഹേശ്വരനും ഒക്കെ മസാല ദോശയാണ്. അങ്ങനെ നമ്മൾ മസാല ദോശയാണ് കഴിക്കാൻ പോകുന്നത്. എല്ലാവരുടെയും അത് തന്നെയാണ്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോവാണ്.